1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുൻപേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയേണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. 1 കൊരിന്ത്യർ 11 അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യത്തിന്റെ കാതലായ അർത്ഥം: കർത്താവിന്റെ അത്താഴം കേവലം വിശപ്പടക്കാനുള്ള സാധാരണ ഭക്ഷണമോ വിരുന്നോ അല്ല. അത് ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെയും സ്മരണയുടെയും സഭയുടെ തുല്യതയുടെ വേദിയുമാണ്. ധനികർ സ്വാർത്ഥമായി സ്വയം സുഖിച്ച് ദരിദ്രരായ സഹോദരങ്ങളെ പട്ടിണിയിലാക്കി അപമാനിക്കുന്നത് ദൈവസഭയെ തുച്ഛീകരിക്കുന്നതിനും കർത്താവിന്റെ അത്താഴത്തെ അവഹേളിക്കുന്നതിനും തുല്യമാണ് എന്നതാണ് ഈ വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. സദൃശവാക്യങ്ങൾ 17 അധ്യായം 5 വാക്യത്തിൽ ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവനെ ഉണ്ടാക്കിയവനെ നിന്ദിക്കുന്നു എന്ന് തുടങ്ങി ദരിദ്രരെയും അഗതികളെയും അവഗണിച്ച് സ്വന്തം ആഡംബരത്തിൽ ജീവിക്കുന്നതിനെതിരെയുള്ള പ്രവാചക ശാസനകൾ നമുക്ക് കാണാൻ കഴിയും. ആമോസ് പ്രവചന പുസ്തകം 6 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സിയോനിൽ സ്വസ്ഥമായിരുന്ന് കൊഴുത്ത ആട്ടിൻകുട്ടികളെ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുമ്പോഴും സഹോദരന്മാരുടെ കഷ്ടതയിൽ വേദനിക്കാതിരുന്ന ഇസ്രായേൽ പ്രഭുക്കന്മാർക്ക് എതിരെ ദൈവം കഠിനമായ ശാപവും പ്രവാസവും വിധിച്ച ചരിത്രം ഇതിന്റെ ദൃഷ്ടാന്തമാണ്. ലൂക്കോസ് സുവിശേഷം 14 അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വിരുന്നൊരുക്കുമ്പോൾ തിരിച്ചു തരാൻ കഴിവുള്ള ധനികരെ വിളിക്കാതെ ദരിദ്രരെയും അംഗഭംഗമുള്ളവരെയും മുടന്തരെയും കുരുടന്മാരെയും വിളിപ്പിൻ, അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് പഠിപ്പിച്ചു. മത്തായി സുവിശേഷം 25 അധ്യായം 45 വാക്യത്തിൽ എന്റെ ഏറ്റവും ചെറിയ ഈ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്കാണ് ചെയ്യാതിരുന്നത് എന്ന് യേശു പഠിപ്പിച്ചു. ദരിദ്രനായ സഹോദരനെ അവഗണിക്കുന്നത് ക്രിസ്തുവിനെ തന്നെ അവഗണിക്കുന്നതിന് തുല്യമാണ് എന്ന് യേശു വ്യക്തമാക്കി. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഇവിടെ ഇപ്രകാരം ഇങ്ങനെ എഴുതുവാൻ കാരണം, ആദ്യകാല കൊരിന്ത് സഭയിൽ കർത്താവിന്റെ അത്താഴത്തോടൊപ്പം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കൊരിന്തിലെ ധനികർ ജോലിയുള്ള ദരിദ്രർ എത്തിച്ചേരുന്നതിന് മുൻപേ വന്ന് തങ്ങൾ കൊണ്ടുവന്ന സമൃദ്ധമായ ഭക്ഷണം നേരത്തെ തിന്നുകൂട്ടുകയും വീഞ്ഞു കുടിച്ച് മത്തരാവുകയും ചെയ്തു. വൈകിയെത്തിയ പാവപ്പെട്ട അടിമകളും ദരിദ്രരും വിശന്ന് ലജ്ജിച്ചു നിൽക്കേണ്ടി വന്നു. ഈ ഭീകരമായ സ്വാർത്ഥതയും വിവേചനവും കണ്ട് പ്രകോപിതനായ വിശുദ്ധ പൗലോസ് അവരോട് ചോദിക്കുന്നു, വയറ് നിറയ്ക്കാനാണെങ്കിൽ സ്വന്തം വീടുകളിൽ പോയി തിന്നുക. ദൈവത്തിന്റെ സഭയിൽ വന്ന് ദരിദ്രരെ ഈ പ്രവൃത്തി നിമിത്തം ലജ്ജിപ്പിക്കരുത്. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. ദൈവത്തിന്റെ മേശയിൽ എല്ലാവരും ഒരുപോലെ തുല്യരാണ്. പണത്തിന്റെയോ പദവിയുടെ പേരിൽ ആരും മാറ്റി നിർത്തപ്പെടരുത്. 2. വിശുദ്ധ കർത്തൃമേശ ഒരു ചടങ്ങോ ബാഹ്യവിരുന്നോ അല്ല, ക്രിസ്തുവിന്റെ ശരീരത്തോട് നാം കാണിക്കുന്ന ആത്മീയ സമർപ്പണമാണ്. 3. സഹോദരന്റെ വിശപ്പും വേദനയും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് കപടഭക്തിയാണ്. ചുരുക്കത്തിൽ, ദരിദ്രരെ ലജ്ജിപ്പിച്ച് നടത്തുന്ന ഒരു ആരാധനയും കർത്താവിന് പ്രസാദകരമല്ല. ക്രിസ്തുവിന്റെ മേശയിൽ സ്വാർത്ഥത മാറ്റിവെച്ച് പരസ്പര സ്നേഹത്തോടും പരസ്പര കരുതലോടെയും നാം പങ്കുചേരണം. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.